മദ്യപാനത്തിന് അടിമയായി ജീവിതം നശിപ്പിച്ച മലയാള നടിമാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ നടിയും മദ്യത്തിന് ആസക്തി ഉള്ള നടിയും ശ്രീവിദ്യയാണ്. ശ്രീവിദ്യയുടെ മദ്യാസക്തി പ്രശസ്തമാണ്. അവരുടെ ജീവിതത്തിലുണ്ടായ താളപ്പിഴകളാണ് അവരെ മദ്യാസക്തിക്ക് അടിമയാക്കി മാറ്റിയത്. കമൽഹാസനെ ശ്രീവിദ്യ പ്രണയിച്ചിരുന്നു. ആ പ്രണയം തകർന്നു. പിന്നീട് ജോർജ് എന്ന നിർമ്മാതാവിനെ ശ്രീവിദ്യ വിവാഹം കഴിച്ചു. ആ വിവാഹ ജീവിതം തകർന്നു. ഭരതനെ പ്രണയിച്ചു. ആ പ്രണയവും തകർന്നു. ഏകാകിനിയായി മാറിയ അഭിനയത്തിരക്കിൽ നിന്നൊഴിയുമ്പോൾ ഏകാകിനിയായി മാറിയ ശ്രീവിദ്യ തൻ്റെ ഉള്ളിലെ ദുഃഖത്തെ മറക്കാൻ മദ്യത്തെയാണ് ആശ്രയിച്ചത്. ഒടുവിൽ ശ്രീവിദ്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ പിടിപെട്ടു. ക്യാൻസറിൻ്റെ അവസാന സ്റ്റേജിലാണ് ശ്രീവിദ്യ ചികിത്സ തേടിയത്. പക്ഷേ ശ്രീവിദ്യയ്ക്ക് കീമോതെറാപ്പി ചെയ്യാൻ കഴിഞ്ഞില്ല. ശ്രീവിദ്യയെ ചികിത്സിച്ച പത്മശ്രീ ഡോക്ടർ കൃഷ്ണൻ നായർ തൻ്റെ അനുഭവക്കുറിപ്പുകളിൽ ശ്രീവിദ്യയുടെ പേര് പറയാതെ അവരുടെ മദ്യപാന ആസക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീവിദ്യയുടെ കരൾ ദുർബലമായിരുന്നു. അതുകൊണ്ട് തന്നെ മദ്യപിക്കുന്ന ശീലം ശ്രീവിദ്യയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കരൾ ദുർബലമായിരുന്നു. കീമോതെറാപ്പി ചെയ്യാൻ അവർക്ക് പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. ക്യാൻസർ ആകട്ടെ പടർന്ന് പിടിച്ചിരുന്നു. ശ്രീവിദ്യ തൻ്റെ വീടിന് മുമ്പിൽ തൻ്റെ വീടിൻ്റെ ഷോസ് കേസിൽ മദ്യക്കുപ്പികൾ പ്രദർശിപ്പിച്ചിരുന്നു. താൻ കഴിച്ച ശേഷമുള്ള ഒഴിഞ്ഞ വില കൂടിയ മദ്യക്കുപ്പികൾ. വീട്ടിലെത്തുന്നവരിൽ നിന്ന് അത് ഒളിച്ചു വയ്ക്കാൻ ശ്രീവിദ്യ തയ്യാറായില്ല. തൻ്റെ മദ്യാസക്തി ഒരു തുറന്ന പുസ്തകമായാണ് ശ്രീവിദ്യ കണ്ടത്. ലക്ഷ്മിയാണ് മറ്റൊരു നടി, പഴയകാല നടി ലക്ഷ്മി. ലക്ഷ്മിയുടെ മദ്യാസക്തി ശ്രദ്ധേയമാണ്. പല പൂക്കളിൽ നിന്ന് പല വണ്ടുകൾ ലക്ഷ്മി എന്ന പൂവിനെ ചുറ്റിപ്പറ്റി പോയി. നിരവധി വിവാഹ തകർച്ചകൾ ഇതൊക്കെ ലക്ഷ്മി അനുഭവിച്ചു. വിവാഹ തകർച്ചകളും വിവാഹവും ഒക്കെ ചെയ്യുമ്പോഴും ലക്ഷ്മിയുടെ ഉള്ളിൽ ഒരു മദ്യാസക്ത ഉണ്ടായിരുന്നു. ലക്ഷ്മിയുടെ മദ്യാസക്തി തെന്നിന്ത്യയിൽ തന്നെ പ്രശസ്തമാണ്. ഫിലോമിന, ആനപ്പാറ അച്ചമ്മയായി മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച ഫിലോമിന റമ്മിന് അഡിക്റ്റായിരുന്നു. റമ്മും ബീഫുമായിരുന്നു ഫിലോമിനയുടെ ഇഷ്ട വിഭവങ്ങൾ. പല്ലിശ്ശേരി അക്കാലത്തെ നായികമാർ എന്ന പുസ്തകത്തിൽ ഫിലോമിനയുടെ മദ്യാസക്തിയെപ്പറ്റി പറയുന്നുണ്ട്. കടുത്ത പ്രമേഹ രോഗിയായിരുന്നു ഫിലോമിന. പക്ഷേ മദ്യം ഫിലോമിനയ്ക്ക് വല്ലാത്തൊരു ആസക്തിയായിരുന്നു. മദ്യം ഫിലോമിനയുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചു. തൻ്റെ മദ്യപാനം ആരിൽ നിന്നും ഒളിച്ചു വയ്ക്കാൻ ഫിലോമിനയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരോടും ഫിലോമിന പറയും താൻ രാത്രിയിൽ മദ്യപിക്കുമെന്ന്. മദ്യവും പോത്ത് ഉലർത്തിയതും ഒക്കെ ഫിലോമിനയുടെ വീക്ക്നെസ് ആയിരുന്നു. ഉർവശിയുടെ മദ്യാസക്തിയിൽ നിന്ന് പിന്മാറിയതും ശ്രദ്ധേയമാണ്. ഉർവശി ഒരു കാലത്ത് സമ്പൂർണമായി മദ്യത്തിന് അടിമയായിരുന്നു. ഉർവശിയുടെ കരൾ മദ്യം മൂലം ദുർബലമായി മാറി. പക്ഷേ ഉർവശിക്ക് മദ്യം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഉർവശി മദ്യം ഒഴിവാക്കണമെന്ന ശക്തമായ തീരുമാനം എടുത്തു. എയിംസിൽ ട്രീറ്റ് നേടി. നിംഹാൻസിൽ ചികിത്സ തേടി. നിംഹാൻസിൽ ലഹരി വിമുക്ത ചികിത്സ തേടിയ ശേഷം മടങ്ങി വന്ന ഉർവശി ലഹരിയിൽ നിന്ന് പൂർണ്ണമായും വിമുക്തയായി. ലഹരിയിൽ നിന്ന് പൂർണ്ണമായും വിമുക്തയായപ്പോൾ ഉർവശിക്ക് നല്ല വേഷങ്ങൾ കിട്ടിത്തുടങ്ങി. ഇപ്പോൾ തമിഴർ നവരസ നായികയായാണ് ഉർവശിയെ വാഴ്ത്തുന്നത്. പുതിയ കാല നടിമാരും മദ്യപാനത്തെക്കുറിച്ച് തുറന്നു പറയുന്നവരാണ്. അതിൽ സംയുക്ത മേനോൻ താൻ ഇടയ്ക്ക് മദ്യപിക്കാറുണ്ടെന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ബോൾഡായി തന്നെ. സംയുക്ത മേനോൻ ഒരിക്കൽ പറഞ്ഞത് മദ്യപിക്കുന്ന ശീലം തനിക്ക് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ മദ്യമെന്ന ആസക്തിയിലേക്ക് താൻ പോയിട്ടില്ല എന്നും സംയുക്ത മേനോൻ പറഞ്ഞു. മറ്റൊന്ന് സനൂഷയാണ്. താൻ ഓട്കയ്ക്ക് അഡിക്റ്റാണെന്ന് ഒരു അഭിമുഖത്തിൽ സനൂഷ പറഞ്ഞു. ഇപ്പോഴത്തെ നടിമാർ ചങ്കുറപ്പോടെ തുറന്നു പറയുന്നു എന്നത് ശ്രദ്ധേയം. മറ്റൊരു നടി ഗായത്രി സുരേഷാണ്.
ഇടയ്ക്കിടയ്ക്ക് താൻ മദ്യപിക്കാറുണ്ടെന്ന് ഗായത്രി സുരേഷ് പറഞ്ഞു. പുതിയ കാല നടിമാരും മദ്യത്തിൻ്റെ കാര്യത്തിൽ ആസക്തിയുള്ളവരാണ്. പല നടിമാരെ ചുറ്റിപ്പറ്റിയും മദ്യാസക്തിയുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നു. പക്ഷേ അവരാരും പുറമെ തുറന്ന് പറഞ്ഞിട്ടില്ല. അവരിൽ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചത് സംയുക്ത മേനോനും സനുഷയും ഗായത്രി സുരേഷുമാണ്. പക്ഷേ പലരെ ചുറ്റിപ്പറ്റിയുള്ള അപവാദങ്ങൾ മദ്യാസക്തിയുടെ കൂട്ടത്തിൽ നിലനിൽക്കുന്നു. ഇക്കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ട ഒരു നടി ചാർമിളയാണ്. ചാർമിള ഒരു കാലത്ത് മദ്യാസക്തിക്ക് അടിമയായിരുന്നുവെന്ന് പല മാധ്യമങ്ങളും എഴുതിയിട്ടുണ്ട്. ചാർമിളയുടെ മദ്യാസക്തി കുപ്രസിദ്ധമായിരുന്നു. ബാബു ആന്റണിയുമായുള്ള പ്രണയം തകർന്നതിന് ശേഷമാണ് അവർ മദ്യപിച്ച് തുടങ്ങിയത്. മദ്യം മാത്രമല്ല, സിഗരറ്റും പുകവലിയും ചാർമിളയുടെ വീക്ക്നെസ് ആയിരുന്നു. ചാർമിള തൻ്റെ ജീവിതം മദ്യത്തിനും പുകവലിക്കും വിട്ടുകൊടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ചാർമിള ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. യഥാർത്ഥത്തിൽ ചാർമിളയുടെ മദ്യാസക്തിയാണ് അവരുടെ അവസരങ്ങൾ പലതും തട്ടിമാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. ചാർമിളയും ഇക്കൂട്ടത്തിൽപ്പെടുന്ന നടി തന്നെയാണ്. മറ്റൊരു അപവാദം പറയുന്ന നടി അംബികയാണ്. പഴയകാല നടി അംബിക, രാജാവിൻ്റെ മകനിൽ മോഹൻലാലിൻ്റെ നായികയായി അഭിനയിച്ച അംബിക ഒരു മന്ത്രിപുത്രൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തതും അവിടെ ഓർക്ക കഴിച്ച് അലമ്പായതും ഒക്കെ അക്കാലത്ത് വാർത്തയായി വന്നിരുന്നു. പക്ഷേ അംബിക അതേക്കുറിച്ച് പ്രതികരിക്കുക മാത്രമല്ല, അംബിക ഇത്തരം ഗോസിപ്പുകളെയൊന്നും കണക്കിലെടുക്കാത്ത ഒരു വ്യക്തിത്വമാണ്. അംബികയും മദ്യത്തിന് അടിമയാണ് എന്നാണ് വരുന്ന വാർത്തകൾ. എന്തായാലും മദ്യാസക്തി ഒളിച്ചു വയ്ക്കേണ്ട ഒരു കാര്യമല്ല എന്ന് പല നടിമാരും തെളിയിച്ചിട്ടുണ്ട്. ശ്രീവിദ്യയൊക്കെ തങ്ങളുടെ മദ്യാസക്തി ആരിൽ നിന്നും ഒളിച്ചു വച്ചില്ല. പക്ഷേ ചില നടിമാർ തങ്ങളുടെ മദ്യാസക്തി ഒളിച്ചു വയ്ക്കുന്നു. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. മദ്യം ഒരു ആസക്തിയായി മാറുമ്പോഴാണ് അതൊരു രോഗമായി മാറുന്നത്. അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റുമുണ്ട്. പക്ഷേ പുതിയ കാല നടിമാർ മദ്യത്തെ ഒരു ആസക്തിയുള്ള വസ്തുവായി കാണുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയം. ഇപ്പോൾ മദ്യത്തിന് പകരം സ്റ്റാമ്പും MDMA-യും ഒക്കെയാണ് സിനിമാ നടന്മാർക്കിടയിലും നടിമാർക്കിടയിലും സുലഭം. പലതരത്തിലുള്ള രാസമയക്കുമരുന്നുകൾ ഇപ്പോൾ സുലഭമാണ്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പുറത്ത് അറിയത്തുമില്ല, ആരും ലഹരിക്ക് അടിമയാണെന്ന് പറയത്തുമില്ല. എന്തായാലും ശ്രീവിദ്യ മുതൽ ഗായത്രി സുരേഷ് വരെ ഉള്ള മദ്യാസക്തിക്ക് അടിമയായ നടിമാരുടെ ലിസ്റ്റ് സിനിമാ കേരള പുറത്തുവിടുന്നു.